അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സൂപ്പർ മോം സീരീസ് നിന്ന് ഫെബിയാണ്. അപ്പോൾ അൽഹംദുലില്ലാ 30 നോമ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് UAE ഇൻഷാല്ല വെള്ളിയാഴ്ച ആയിരിക്കും പെരുന്നാൾ. ഇതിനേക്കുള്ള ചെറിയ ചെറിയ പ്രിപ്പറേഷൻസും അതുപോലെ ചെറിയ ഷോപ്പിംഗ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇപ്പോൾ നാളെ പെരുന്നാളാണെങ്കിൽ എന്തായാലും ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് നടക്കില്ല. അങ്ങനെ ഞാൻ വിചാരിച്ച് എന്തായാലും ഇപ്പം എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് തന്നെ അങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന്. എനിക്ക് എന്നെ തന്നെ സന്തോഷിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ, അതായത് സെൽഫ് ഗിഫ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെറിയ ഗോൾഡ് വാങ്ങണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 ദിവസമായിട്ട് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കറങ്ങുന്നു. അതായത് ഓരോ സ്ഥലത്തും പോയിട്ട് അവിടുത്തെ കളക്ഷൻ നോക്കും, മേക്കിംഗ് ചാർജും ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കും. അങ്ങനെ ഫൈനലി ഒരു 2 ഷോപ്പിൽ നിന്ന് നമ്മൾ ആഗ്രഹിച്ച ചെറിയ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ ഞാനും വാങ്ങി, സാറയും വാങ്ങിയിട്ടുണ്ട്. സാറ 2-3 മോതിരങ്ങളാണ് വാങ്ങിയത്. അതിലൊരെണ്ണം ഇതാണ്. പിന്നെ ഞാനും ഏകദേശം ഈ സ്റ്റൈലിലുള്ള ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഞാൻ ഒരുപാട് കാലമായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ വെച്ച് നടക്കുന്നൊരു ഡിസൈൻ ഒരു ബാങ്കിളാണ് കേട്ടോ. അത് ലോങ് ബാക്ക് എൻ്റെ കയ്യിൽ ആ സെയിം കൈൻഡ് ഓഫ് ബാങ്കിൾ ഉണ്ടായിരുന്നു. അത് ഞാൻ കുറേ കാലമായിട്ട് പല ജ്വല്ലറീസിലും തപ്പി നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി എനിക്ക് ആ ഒരു ബാങ്കിൾ കിട്ടി. സംഭവം ഞങ്ങൾ ഈ 2 ഡേയ്സ് ബാക്ക് പോയപ്പോൾ ഞാൻ അവിടെ ഡിസൈൻ കണ്ടിട്ട് അങ്ങനെ വീണ്ടും നെക്സ്റ്റ് ഡേ വന്നു, അതിൻ്റെ നെക്സ്റ്റ് ഡേ വന്നു, ഫൈനൽ ചെയ്തു. ഈ ഒരു റിങ്ങിൻ്റെ സെറ്റ്, അതായത് 2 റിങ്ങും അതിൻ്റെ കൂടെ ഒരു ഹാങ്ങിങ്സൊക്കെ ആയിട്ടുള്ള ഈ ഒരു കൈൻഡ് ഓഫ് സെറ്റ് ഇതും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു ട്രെൻഡിങ് ആണ്. നമ്മളവിടെ ഉള്ളപ്പോൾ തന്നെ ഇങ്ങനെ അറബ്സൊക്കെ വന്നിട്ട് നോക്കിയിട്ട് വാങ്ങി കൊണ്ടുപോകുന്നൊരു ഐറ്റം ആയിരുന്നു ഇത്. അപ്പോൾ അതെന്തോ എനിക്കത് എന്തോ ഇഷ്ടമായി. ഇങ്ങനെ ഫങ്ഷൻസിനൊക്കെ നമുക്ക് വെയർ ചെയ്യാം. അതുകൊണ്ട് ഇതാണ് ഒരെണ്ണം എടുത്തത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബാങ്കിൾ, അത് പിന്നെ ഇൻഷാല്ലാ ഞാൻ പിന്നീട് ഒരിക്കൽ കാണിക്കാം. ഇപ്പം ഞാനതിവിടെ ഷെയർ ചെയ്യുന്നില്ല. എന്തായാലും ഭയങ്കര സന്തോഷമായി. ഒന്നാമത് നമ്മളുണ്ടാക്കുന്ന ഏർണിങ്സിൽ നിന്ന്, ഇപ്പം ഞാനായാലും അവളായാലും അങ്ങനെ തന്നെയാണ് വാങ്ങിയത്. ഞാൻ വാങ്ങിയ കൂട്ടത്തിൽ ഇതാ ഈ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. സ്വന്തം എഫേർട്ടിൽ നിന്ന് നമ്മളൊരു ചെറിയൊരു സാധനം പോലും വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഒരു പ്രൗഡാണ്. അപ്പോൾ അങ്ങനൊരു മൊമെൻ്റ് ആയിരുന്നു ഇത്. എന്തായാലും അൽഹംദുലില്ലാ അങ്ങനെ ആ ഒരു പർച്ചേസിങ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. അടുത്തത് നമ്മൾ ഹെന്നിടാൻ പോയ ദിവസം, ആ ഒരു ദിവസത്തെ കുറച്ച് വീഡിയോസാണ്. ഇവിടെ ഞങ്ങൾ സാധാരണയായിട്ട് പോകുന്നൊരു സലൂണുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാണ് ഹെന്നിടാൻ പ്ലാൻ ഇട്ടത്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഏറ്റവും കൂടുതലുണ്ടാകും ഇവിടുത്തെ ലോക്കൽ അറബ്സാണ്, അതായത് ഇവിടുത്തെ എമിറാത്തീസാണ്, അതുപോലെ വൈറ്റ് അറബ്സ്, അങ്ങനെയല്ല. നല്ല ഭംഗിയിൽ അവർ ഹെന്നിടും. ഒരുപാട് സ്റ്റാഫ്സ് ഉണ്ട്. പക്ഷേ പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോഴും അവിടെ തിരക്കാണ്. നമ്മൾ എന്താ പറയുക, ഇടിച്ച് കയറണം, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അവിടെ ഒരു 3 ഡേയ്സ് മുൻപ് പോയിട്ട് ഹെന്നിടും. 3 ഡേയ്സ്, അതായത് പെരുന്നാളിൻ്റെ തലേന്നും അതിൻ്റെ തലേന്നൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ടോക്കനൊക്കെ നേരത്തെ എടുത്തിട്ടാണ് പോയിട്ട് ഹെന്നയൊക്കെ ഇടുന്നത് കേട്ടോ. അങ്ങനെ അതായത് ഞങ്ങളൊരു 2-3 ദിവസം മുൻപ്, അതായത് നോമ്പ് 27-ൻ്റെ കഴിഞ്ഞ അന്ന് രാത്രി പോയിട്ട് ഹെന്ന ഇട്ടു. ഞങ്ങൾ പോയത് ഒരു 10 മണിക്കാണ്, പക്ഷെ തിരിച്ചെത്തിയത് 3-3:30 മണിയായിട്ടുണ്ടായിരുന്നു. അതുവരെ അവിടെ ഇരുന്നു, ഇടയ്ക്ക് പോയി നമ്മൾ ഓരോ ആവശ്യങ്ങൾ ചെയ്ത് തീർത്തു. അങ്ങനെയൊക്കെ ആയിട്ട് ഫൈനലി ഹെന്ന ഇട്ടു. ഹെന്ന ഇട്ടില്ലെങ്കിൽ ഒരു ഭയങ്കര സങ്കടമായിരിക്കും കേട്ടോ. ഞാൻ ഏതൊക്കെയോ ഇങ്ങനെ ഇതിന് മുൻപ് ഉള്ള പെരുന്നാളുകൾക്ക് ഹെന്ന ഇടാതെ ഒരു എന്തോ ഒന്ന് ഒഴിവായ പോലത്തെ ഒരു ഫീലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമായിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്തിട്ട് പോയിട്ട് ഹെന്ന ഇടാറുണ്ട് കേട്ടോ. ഞങ്ങൾ 3 ആളും ഫൈനലി ഞങ്ങൾ ഹെന്നയൊക്കെ ഇട്ടു. 3 പേരുടെയും കൈകളിൽ ഹെന്നിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് നമ്മുടെ കുറച്ച് സെൽഫ് കെയറിൻ്റെ ഭാഗമായിട്ട് പാർലറിൽ പോയിട്ട് കുറച്ച് സർവീസസ് എടുക്കാനുണ്ടായിരുന്നു. അതിൽ കാര്യമായിട്ട് പെഡിക്യൂറാണ്. പിന്നെ പെഡിക്യൂർ, പിന്നെ ഹാൻഡ് വാക്സിങ്, പിന്നെ ചെറിയ രീതിയിലൊന്ന് മുടിയൊക്കെ ഒന്ന് ലെവലാക്കാനുണ്ടായിരുന്നു. ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഫേഷ്യൽ. ഇതൊക്കെയാണ് നമ്മളെടുത്ത സർവീസസ്. അങ്ങനെ പെഡിക്യൂർ ചെയ്തു. പെഡിക്യൂറൊക്കെ നന്നായിട്ട് ചെയ്ത് തന്നവർ നല്ല നീറ്റായിട്ട് ചെയ്ത് തരുന്നുണ്ട്. ഭയങ്കര ഇഷ്ടങ്ങൾ ഈ ഒരു സലൂണിൽ തന്നെയാണ് പോകാറ് കേട്ടോ. അവിടെ ഉള്ളവരൊക്കെ ഭയങ്കര കോപ്പറേറ്റീവാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടം. ഇത് ഏതാ സലൂൺ എന്ന് പറഞ്ഞാൽ ഫെദർ ടച്ച് എന്ന് പറഞ്ഞിട്ട് അലയിലുള്ളൊരു സലൂണാണ്. പിന്നെ അവരെ ഭയങ്കര ഇഷ്ടമാണ്, അവരുടെ സർവീസും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവരുടെ പേരെടുത്ത് പറഞ്ഞത് കേട്ടോ. ഈ ഒരു സലൂൺ വരുന്നത് നമ്മുടെ അൽഫല ലുലുവിൻ്റെ ആ ചുറ്റുവട്ടത്തായിട്ടാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ഇത് ഹോട്ട് ഓയിൽ ചെയ്തിട്ട് ഇരുന്നിട്ടുണ്ട്. സാറയും ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പം അത് കഴിഞ്ഞ് അവളുടെ ഹെയറും ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്യാണ്. അങ്ങനെ അതൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ ഈദിനേക്കുള്ള പുഡിങ് അതിനുള്ള ഐറ്റംസൊക്കെ വാങ്ങണം. പിന്നെയെന്ന് വെച്ചാൽ എനിക്കെന്തായാലും അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയും ചെയ്യണം. ഞാനൊരു പുഡിങ് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് അതെന്തായാലും വീഡിയോ ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യാമെന്നുള്ളത്. അതെല്ലാം പിന്നെ എൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പം ഞാനും ഇനായും കൂടിയാണ് പോകുന്നത്. അപ്പോൾ തലേന്ന് മൈലാഞ്ചിയെല്ലാം ഇട്ടിട്ട് കൈയെല്ലാം ഫുള്ള് സ്റ്റെയിനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, എൻ്റെയും അവളുടേതും എല്ലാം. അപ്പം ഈ ഒരു ഇറക്കത്തിൽ അവൾക്ക് എന്തൊക്കെയോ ഷോപ്പിംഗ് ഉണ്ട്, ചെറിയ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാനുണ്ട്. അത്യാവശ്യമായിട്ട് ഒക്കെ വേണ്ടത് ഫേക്ക് നെയിൽസാണ് പോലും. അപ്പോൾ അതാണ് ഇപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവളെ കൺവിൻസ് ചെയ്യാണ്. കാരണം ഇപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ നോമ്പ് തുറക്കുന്ന ടൈം ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ച് എത്തലെല്ലാം പാടാം. വന്നിട്ട് എനിക്ക് കുറച്ച് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പെട്ടെന്ന് ഇറങ്ങാമെന്ന് വെച്ചാൽ അത് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വേഗം തന്നെ പോയി ഐറ്റംസ് വാങ്ങിയിട്ട് ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചത്. ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഇടയ്ക്ക് എന്തായാലും ഫുഡ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അതായത് നെക്സ്റ്റ് എൻ്റെ വീഡിയോ പുഡിങ് വീഡിയോ വേണോ അതല്ലാന്നുണ്ടെങ്കിൽ ഈദ് വ്ളോഗായിട്ട് വേണം. അപ്പോൾ കൂടുതലും പോൾ ഇതുവരെ വന്നിട്ടുള്ളത് ഈദ് വ്ളോഗ്, ഫാമിലി മൊമെൻറ്റ്സ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു വ്ളോഗ് ചെയ്യാനാണ്. എന്തായാലും ഈ ഒരു പുഡിങ് റെസിപ്പി ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ പിന്നെ നാളെ ഞാൻ രാവിലെ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയോ. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. ഇനിയിപ്പോൾ ഇൻസ്റ്റഗ്രാം മാത്രമല്ല, ഞാനിവിടെ യൂട്യൂബിലും ഷോർട്സ് ആയിട്ട് ഞാൻ ആ ഒരു പുഡിങ് റെസിപ്പി ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. ഇനിയിപ്പം മറ്റന്നാൾ അതിൻ്റെ പിറ്റേന്നും ആയിട്ടാണല്ലോ പെരുന്നാൾ വരാം, ഇല്ലെങ്കിൽ മറ്റന്നാൾ തന്നെയായിരിക്കും നാട്ടിലായാലും ഇവിടെ ആയാലും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ ഷെയർ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ നാളെ രാവിലെ ഷെയർ ചെയ്യാമെന്ന് പറയുന്നത്. ഞങ്ങൾ മുൻപ് താമസിച്ചത് ഈ ഒരു ഏരിയയിലാണ്. ഇവിടെ തന്നെ ആയിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അലൈൻ കോപ്പ്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. ഇതാകുമ്പം അത്രയും അടുത്താണ് ഞങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ. അപ്പോൾ ഇവിടെ വന്നിട്ട് വേഗം കളക്ട് ചെയ്തിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ഏകദേശം ആയി വരുന്നത്. നല്ല കാർമേഘം ഉണ്ട്. ആ കാണുന്നതാണ് ഞങ്ങൾ മുൻപ് താമസിച്ച അപ്പാർട്ട്മെൻറ്റ്. അപ്പം അവിടെ നിന്നുള്ള ഓരോ ചെറിയ ചെറിയ മെമ്മറീസൊക്കെ ഇങ്ങനെ ഇനായ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് തൊട്ടടുത്ത് തന്നെയായിരുന്നു ഈ ഒരു സൂപ്പർ മാർക്കറ്റ് വരുന്നത്. അപ്പോൾ ഇവരൊക്കെ ആ സമയത്ത് ഇനായൊക്കെ ചെറുതായിരുന്നു. അപ്പം മക്കൾ വെറുതെ നടന്നിട്ട് ഈ ഭാഗത്തേക്ക് വരും, വന്നിട്ട് എന്തെങ്കിലും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകും. നല്ല രസമായിരുന്നു. ഇപ്പോഴുള്ള ഏരിയയും നമുക്ക് ഇത് അടുത്തടുത്ത് തന്നെയാണ് ഏകദേശം. പക്ഷേ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റ്സ് ഒന്നും ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ അങ്ങനെ ഉണ്ടാവില്ല. അപ്പം ഇങ്ങനൊരു സൂപ്പർ മാർക്കറ്റ് ഉള്ളത് വലിയ ഉപകാരമായിരുന്നു ആ ഒരു ടൈമിൽ. ആകെ ഗ്രോസറീസ് മാത്രമേ ഈ റെസിഡൻഷ്യൽ ഏരിയാസിൽ ഉണ്ടാവുള്ളൂ. സൂപ്പർ മാർക്കറ്റ്സ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഇവിടെ നല്ല സൗകര്യമായിരുന്നു ആ ഒരു വിഷയത്തിൽ. എന്നിരുന്നാലും നമുക്ക് അത്ര വലിയ ദൂരമില്ല, ഇപ്പം നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റുമായിട്ട് വലിയ ദൂരമൊന്നുമില്ല ഈ ഒരു സൂപ്പർ മാർക്കറ്റ്. അതുകൊണ്ട് വരും. പിന്നെ ബാക്കി സൂപ്പർ മാർക്കറ്റ്സ് ഇഷ്ടം പോലെ അവിടെ ഇവിടെ എല്ലാം ആയിട്ടുണ്ട്. പക്ഷെ കുറച്ചൊന്ന് വിടണം, റെസിഡൻഷ്യൽ ഏരിയ കുറച്ചൊന്ന് ഒരു 5-7 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് പോയാലേ നമുക്ക് ലുലു ആയാലും അങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റ്സൊക്കെ കിട്ടുള്ളൂ. എന്തായാലും ഇവിടെ വന്നിട്ട് ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തു. ചോക്ലേറ്റ് കേക്കാണ് ഞാൻ ആദ്യം കളക്ട് ചെയ്തത്. പിന്നെ കിരിയുടെ ഈ ഒരു ചീസ് ആവശ്യമുണ്ട് എനിക്ക് ആ പുഡിങ്ങിന്. പിന്നെ സ്നിക്കേഴ്സ്. അപ്പോൾ ഇതൊക്കെ ഹസ്ബൻഡ് ഷോപ്പിൽ നിന്ന് എടുക്കാം. പക്ഷേ എനിക്ക് ഈ പുഡിങ്ങിൻ്റെ ഐറ്റംസ് ഞാൻ വിചാരിച്ച ഐറ്റംസ് കിട്ടിയില്ലെങ്കിൽ എന്തൊരു വിഷമമാണ്. അതാണ് ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ തന്നെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ടീ ബിസ്ക്കറ്റ്സ് ആവശ്യമുണ്ടായിരുന്നു, പിന്നെ ഫ്രഷ് ക്രീം, അങ്ങനെ എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്തു. പിന്നെ വിപ്പിംഗ് ക്രീം വേണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു സാഷേ ബോക്സും കളക്ട് ചെയ്തു. അങ്ങനെ അതെല്ലാം കളക്ട് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ ഇനായൻ്റെ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫേക്ക് നെയിൽസ് വാങ്ങലൊന്നും ഇപ്പം നടക്കില്ല. ഇപ്പം ഞാനിപ്പോൾ മോൾസിലേക്കെല്ലാം പോയി കഴിഞ്ഞാൽ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴേക്കും എനിക്ക് എത്തിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഞാൻ ഏകദേശം അവിടെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. അവിടെ പോയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കണം. അങ്ങനെ ഇതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഐറ്റംസ് എല്ലാം ഞാനൊരു ബാസ്ക്കറ്റിലേക്ക് എടുത്ത് വെച്ചു. ഇന്ന് രാത്രി ഇതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യണം, എന്നിട്ട് രാവിലെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പം പാസ്ത പ്രിപ്പയർ ചെയ്യാനുണ്ട്. വൈറ്റ് സോസ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ
പാസ്ത ഒന്ന് വെള്ളത്തിലിട്ടെല്ലാം വേവിച്ചെടുത്തതിന് ശേഷം അതൊന്ന് മിക്സിങ് മാത്രമേ ഉള്ളൂ. പിന്നെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പണികൾ. പിന്നെ മുട്ട പുഴുങ്ങണം. ജ്യൂസ് ഞാൻ വരുമ്പോഴേക്ക് അവൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, മാംഗോ ജ്യൂസ്. അപ്പോൾ അത് അവനെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, ഇനിയിപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസൊക്കെ ഇങ്ങനെ ഇതുപോലെ ഓരോന്നും നടക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിന് നോർമലി ഞങ്ങൾ ഫസ്റ്റ് ഡേ അലൈനിൽ തന്നെ ഉണ്ടാവുക. സെക്കൻഡ് ഡേ ആണ് എവിടെയെങ്കിലും ദൂരെ എവിടെയെങ്കിലും പോകുന്നതൊക്കെ. പക്ഷേ ഇത്തവണ ഞങ്ങൾ ഹസ്ബൻഡ് കസിൻസും ഫാമിലിയും മാത്രമായിട്ട് നമ്മളൊരു ഗ്യാതറിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു ഫാം ഹൗസ് ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 ഡേ അവിടെ സ്റ്റേ ആയിരിക്കും. ഇൻഷാ അല്ലാഹ് എന്തായാലും വ്ലോഗ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അതിലേക്ക്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഈദ് ഇവിടെ UAE വെള്ളിയാഴ്ച എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് അതിൻ്റെ ഒന്നും തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നും തന്നെ, അതെല്ലാം നാളെ ചെയ്യുള്ളൂ. പിന്നെ എനിക്കിപ്പം നാളെ ക്ലീനിങ്ങിനെല്ലാം അവർ വരും. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അതെല്ലാം ഇൻഷാ അല്ലാഹ് നാളെ ചെയ്യുള്ളൂ. അപ്പോൾ അതൊന്നും ഇന്നത്തെ വീഡിയോയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. Until then, take care. Thank you.